അങ്ങനെ അവനെ വെട്ടി നുറുക്കി കൊന്നവരെ അവനും കൊന്നു. ഇപ്പൊ 3 ആത്മാക്കളും കൂടി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പ. ഓ, ഇവിടെ അല്ലേ കഥ നടന്നത്? അങ്ങനെയല്ലേ ഈ വീട് ആരും വാങ്ങിക്കാതായത്? അപ്പോഴല്ലേ എന്റെ അച്ഛൻ പിശുക്കൻ പപ്പുള്ള ഈ വീട് എന്റെ പേരിൽ വാങ്ങിച്ചു തന്നത്. അല്ലാതെ ഇത്രയും വലിയൊരു വീട് വാങ്ങിക്കാൻ എന്റെ ഇവിടുന്ന് പൈസ. നീ ഇപ്പം കറണ്ട് പറഞ്ഞ ലക്ഷണമൊന്നുമില്ല, മിന്നലൊക്കെ അടിക്കുന്നു. നിങ്ങൾ കാര്യം ചെയ്, പോയി കിടക്കി, ഞാനും പോയി കിടക്കാം. അതെ, വഴിയിലാകത്തുണ്ട് കേട്ടാ, കിടന്നോ. ഓ, പോയി 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 വഴിയിലാകത്തുണ്ട്, പോയിക്കോ. അപ്പൻ പറഞ്ഞതൊക്കെ ഉള്ളതായിരിക്കുമോ? പേടിയുണ്ടോ? പാപ്പുവിന് പേടിയുണ്ടോ? പണ്ടേ പേടിയില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് പോയി കിടക്കാം അല്ലേ? കുറച്ചേരം കൂടി ഇങ്ങോട്ട് പോയാ പോരെ? ഇന്നൊക്കെ പോവാല്ലേ? വലിയ മെഴുകുതിരി എടുത്തോട്ടോ. ലച്ചുന് പേടിയുണ്ടെങ്കിൽ മെഴുകുതിരി കൊണ്ടുപോട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല, നീ കൊണ്ടുപോ. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. എന്നാ പിന്നെ ശരി, പോവല്ലേ? പൊക്കോ പൊക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വരണ്ടല്ലോ? വേണ്ട വേണ്ട, പൊക്കോ. ശരി, പോട്ടെ. പൊക്കോ. രാമ 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 ഈശ്വര. അയ്യോ ഇതന്നെ, ഈ റൂമിലായിരിക്കില്ല ചേട്ടനെ വെട്ടിക്കുന്നത്. ഈശ്വര, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ആരും ഒന്നും ചെയ്യരുതേ പ്ലീസ്. രാമ 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 രാമ. നീയല്ല എന്നെ വിളിച്ചപ്പോ? ഞാൻ വിളിച്ചില്ലല്ലോ. നീ വിളിച്ചു, അതാ ഞാൻ വന്നേ. ഞാൻ വിളിച്ചില്ല, നിനക്ക് തോന്നിയതായിരിക്കും. നിനക്ക് പേടിയുണ്ടോ? അന്ന് ഞാൻ അവിടെ കിടക്കാം. വേണ്ട വേണ്ട, ഞാൻ കിടന്നു, നീ വേണമെങ്കിൽ കൊണ്ടുപോ. അല്ല, നിനക്ക് പേടിയില്ലല്ലോ, അപ്പൊ ഞാൻ വന്ന് കിടക്കാം. വേണ്ട, നീ പൊക്കോ. അല്ല, കുഴപ്പമില്ല, ഞാൻ കിടന്നോളാം. നിന്റെ മുഖം കണ്ടിട്ട്